ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയെന്ന വെളിപ്പെടുത്തലുമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതനാണ് മാറ്റി നിർത്താൻ ചരട് വലിച്ചത്. ദേവസ്വം രേഖകളിൽ ചെമ്പ് എന്നെഴുതിയത് മറ്റാരോ ആണ്. സുഹൃത്തുക്കളോടാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. ആത്മകഥ എഴുതാൻ ഒരുങ്ങുകയാണ് പത്മകുമാർ. യുവതീ പ്രവേശന കാലത്തെ സംഭവങ്ങളും അനുഭവങ്ങളും സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആത്മകഥയിലുണ്ടാകും. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ. വിഷ്ണു VS വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി കൂടിയായ പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം ഇപ്പോഴെങ്ങനെയാണ് പുറത്തു വന്നത്? അത് പുറത്തു വന്നതിന്റെ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്? സംസ്ഥാന നേതൃത്വം നാളെ നടപടിയെടുക്കുവാൻ വേണ്ടി ജില്ലാ നേതൃത്വത്തെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നാളെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. ഇതിനു മുന്നോടിയാണ് ഗുരുതര ആരോപണങ്ങളുമായി പത്മകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രധാന പ്രതിയായി ആരോപിതനായ പത്മകുമാർ നടത്തിയിരിക്കുന്നത്. യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെ DGP ശ്രീജിത്തിനെ ബോധപൂർവം അന്ന് ശബരിമല സന്നിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടിയുണ്ടായി. ഇതിന് ചരട് വലിച്ചത് പാർട്ടിയിലും അന്നത്തെ ഭരണ നേതൃത്വത്തിലും സ്വാധീനമുണ്ടായിരുന്ന ഉന്നതനായിരുന്നെന്ന വെളിപ്പെടുത്തൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. CPM നടപടിയെടുക്കുമെന്ന സൂചനയ്ക്കിടെയാണ് ആത്മകഥയും എഴുതാൻ പത്മകുമാർ മുൻപോട്ട് വന്നത്. സുഹൃത്തുക്കളുമായാണ് മാധ്യമങ്ങളും അദ്ദേഹത്തിന് മുൻപിൽ പ്രതികരിക്കാൻ നിയമ തടസ്സമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകൾ അദ്ദേഹം പുറത്തു വരുന്നത്. ഈ പറയുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായി. അതുകൊണ്ട് പത്മകുമാറിന്റെയും അതുപോലെ തന്നെ IG ശ്രീജിത്തിനെയും ശബരിമല സന്നിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനകൾ നടന്നു. അന്ന് അയ്യപ്പൻ റോഡിലൂടെ ശബരിമല സന്നിധാനത്തിലേക്ക് പത്മകുമാർ യാത്ര ചെയ്യുമ്പോൾ എത്രയും വേഗം ഒരു ഉന്നതന് കാരണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തണമെന്ന് പത്മകുമാറിന് കോള് വന്നതും അതിനെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു. പക്ഷേ ആ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആ ഉന്നതനെ കാണുവാൻ തന്നെ അനുവദിച്ചില്ല എന്നും പത്മകുമാർ പറയുന്നു. യുവതീ പ്രവേശനം ശബരിമലയിൽ സാധ്യമാക്കാനുള്ള നിഗൂഢ നീക്കമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊക്കെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പുറത്തു വരുന്നതെന്നാണ് സുഹൃത്തുക്കൾ മുഖേന നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി ജില്ലാ നേതൃത്വത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ചട്ടക്കൂടിൽ നിന്നും നടപടി സ്വീകരിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ജില്ലാ നേതൃത്വത്തിന് നൽകിയ സാഹചര്യം നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടാനിരിക്കുകയാണ്. തലേ ദിവസം ഇന്ന് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുമായി പത്മകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. യുവതീ പ്രവേശനം ആസൂത്രിതമായിരുന്നു. പത്മകുമാർ തന്റെ കുടുംബത്തിൽ നിന്ന് ആരും ശബരിമലയ്ക്ക് പോകില്ല എന്നുള്ള ഒരു തീരുമാനം മാധ്യമങ്ങളെ അന്ന് അറിയിച്ചിരുന്നു. അതിന് പുറമെയാണ് അദ്ദേഹത്തെ ശബരിമലയിൽ നിന്ന് മാറ്റുവാനും അതുപോലെ തന്നെ IG ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ആ സമയത്ത് യുവതീ പ്രവേശനം നടപ്പാക്കിയെന്നുമാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണം.